വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചെക്ക്മേറ്റ് സിനിമ കണ്ടു, അതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. എനിക്കത് ഇഷ്ടമായോ ഇല്ലയോ, ആ സിനിമയുടെ അവസ്ഥ എങ്ങനെയാണ്, എനിക്ക് ഫീൽ ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളാണ്, വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ സിനിമയുടെ സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ്, സിനിമാറ്റോഗ്രാഫി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും, ഡയറക്ഷൻ അടക്കം രതീഷ് ശേഖറാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നവർ അനൂപ് മേനോൻ, ലാൽ സാറ്, അതുപോലെ രേഖ ഹരീന്ദ്രൻ തുടങ്ങിയവരാണ്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ പുതുമുഖങ്ങളാണ്. അപ്പോൾ ഈ 3 കഥാപാത്രങ്ങളാണ് ഈ സിനിമയിലുടനീളം ഉള്ളത്. മരുന്ന് മാഫിയകളുടെ കാണാപ്പുറങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ ചെക്ക്മേറ്റ് എന്ന സിനിമ. അപ്പോൾ മനുഷ്യനെ മൃഗത്തിൻ്റെ ഒരു വില പോലും കൽപ്പിക്കാതെ അവനെ വെറും ഒരു പരീക്ഷണ വസ്തുവായി കണ്ടുകൊണ്ട് അവനിൽ മരുന്നുകൾ പരീക്ഷിക്കുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നവർ നീതിക്ക് വേണ്ടി പോരാടുന്നു. അപ്പോൾ കുബുദ്ധിയോടെ കളിക്കുന്ന കളിക്കാരനായ വില്ലൻ തൻ്റെ ചെസ് മാറ്റിൽ നീതിക്ക് വേണ്ടി പോരാടുന്നവരുടെ മുന്നിലേക്കൊക്കെ അപ്പോൾ ചെക്കുകൾ വയ്ക്കുന്നു. അതോടെ നീതിക്ക് വേണ്ടി അവർ പോരാടാൻ വേണ്ടി ഒരു സ്റ്റെപ്പ് വെക്കുമ്പോഴേക്കും തന്നെ അവർക്ക് ചെക്കുകൾ വരുന്നു. അങ്ങനെ ചെക്കുകൾ വെച്ച് അവസാനം വില്ലൻ തന്നെ വിജയിക്കുന്നു. പക്ഷെ നീതിക്ക് വേണ്ടി പോരാടിയവരുടെ മുന്നിൽ എത്ര തന്നെ ചെക്കുകൾ വെച്ച് അവരെ തോൽപ്പിച്ചാലും അവരുടെ ഉള്ളിൽ നീതിക്ക് വേണ്ടിയുള്ള ആ വിങ്ങൽ, ആ ആളിക്കത്തൽ എപ്പോഴും ഉണ്ടാകുന്നത് കൊണ്ട് അവരിൽ ചിലരൊക്കെ അവരുടെ മുന്നിൽ എന്ത് ചെക്ക് വെച്ചിട്ടും കാര്യമില്ല എന്ന് കാണിച്ചുകൊണ്ട് അവർ നേരിട്ട് വന്ന് വിധികർത്താക്കളായി മാറുന്നു. അങ്ങനെ അവർ വിജയിക്കും എന്നൊരാശയമാണ് ഈ ചിത്രത്തിലൂടെ കാണിച്ചിരിക്കുന്നത്. ഇനി ഈ സിനിമയിലെ ഓരോ ആക്ടേഴ്സിൻ്റെയും അഭിനയം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അനൂപ് മേനോൻ്റെ കാര്യം ആദ്യം പറയാം. അനൂപ് മേനോൻ സാധാരണ എല്ലാ സിനിമകളിലും എങ്ങനെയാണോ അഭിനയിക്കുന്നത് അതേ ശൈലിയിൽ തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. അതിൽ യാതൊരു മാറ്റവുമില്ല. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലിയുണ്ട്. അത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. എന്നിരുന്നാലും ഈ സിനിമയിൽ അദ്ദേഹം ഒരു വഴിയിലൂടെ പോയിട്ട് പെട്ടെന്ന് വേറൊരു വഴിയിലേക്ക്, അതായത് ഒരു പ്രണയ വഴിയിലേക്ക് നീങ്ങുന്നതായിട്ട് കാണുന്നു. അപ്പോൾ ഒരു കാര്യത്തിൽ നിന്ന് മറ്റൊരു കാര്യത്തിലേക്ക് ഇറങ്ങിയതുകൊണ്ട് അതങ്ങോട്ട് അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ അത്രയ്ക്കൊരു എന്താ പറയുക, നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പിന്നെ അതേപോലെ ലാൽ സാറാകട്ടെ, അദ്ദേഹം ഒരു ദാദയുടെ വേഷം ചെയ്തിരിക്കുന്നു. അദ്ദേഹം സാധാരണ ചെയ്യുന്ന ആ രീതിയിൽ തന്നെ ആ വേഷം ചെയ്തിരിക്കുന്നു. പിന്നെ ഇതിലെ 3ാമത്തെ ക്യാരക്ടർ രേഖ ഹരീന്ദ്രൻ, അവർക്ക് ഇതിൽ വ്യത്യസ്ത തലങ്ങളുണ്ട്. അവർ കുറച്ച് ഇതിൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ തലങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് അവരും ഒരു വില്ലത്തി തന്നെയാണ്. പിന്നെ അവർക്ക് ചതിക്കുന്ന ഒരു റോള്, പിന്നെ കാമുകിയായിട്ടുള്ളൊരു റോള്, കാമുകിയായി ഇരുന്നു കൊണ്ട് കാമുകനെ ചതിക്കുന്ന ഒരു റോള്, അതേസമയം ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്ന ഒരു റോള്. അങ്ങനെ വ്യത്യസ്ത തലങ്ങൾ ഈ സിനിമയിൽ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് അഭിനയിക്കാനുള്ള ചാൻസ് കൂടുതൽ കിട്ടിയിരിക്കുന്നത് രേഖ ഹരീന്ദ്രനാണ്. അവർ നന്നായിട്ട് ഇതിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ആദ്യം മുതൽ അവസാനം വരെ ശരിക്കും പറഞ്ഞാൽ അവരാണ് ഇതിലെ ക്യാരക്ടർ എന്ന് പറയാം. അവരാണ് ഈ സിനിമ അങ്ങനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടിയ റോള് അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വ്യത്യസ്ത തലങ്ങളുണ്ട്, അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരേ ശൈലിയല്ല. പക്ഷേ ഒരു ചതിക്കുന്ന ഒരു റോളാണെങ്കിലും അതിൽ പലതരം തലങ്ങളുള്ളത് കൊണ്ട് അതൊക്കെ ആ രീതിയിൽ അഭിനയിക്കണമല്ലോ, അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട മൈനസ് പോയിന്റ് എന്ന് പറയുന്നത്, ഈ സിനിമയിൽ പകുതി ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. ഈ സിനിമ പൂർണ്ണമായും ചിത്രീകരിച്ചിരിക്കുന്നത് അമേരിക്കയിലാണ്. അപ്പോൾ അമേരിക്കയിലുള്ള ആ ഇംഗ്ലീഷുകാരോട് സംസാരിക്കുന്ന ഭാഗങ്ങൾ വരുമ്പോൾ അത് ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കണം. അതൊക്കെ അത് എല്ലാ സിനിമകളിലും അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. പക്ഷേ ഈ സിനിമയിൽ അഭിനയിക്കുന്ന മലയാളികൾ തമ്മിലും പകുതി ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ എങ്ങനെ അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും? ഇപ്പോൾ ഇംഗ്ലീഷിൽ അത് സംസാരിക്കുമ്പോൾ അത് താഴെ മലയാളത്തിൽ എഴുതി വരുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷുകാരോട് സംസാരിക്കുമ്പോൾ അത് വായിച്ചിട്ട് നമുക്ക് സിനിമയിൽ ശ്രദ്ധിക്കാം. പക്ഷേ മലയാളികൾ തമ്മിൽ സംസാരിക്കുമ്പോഴും ഓരോ എക്സ്പ്രഷൻ കാണിക്കുന്ന സമയത്തും ഇവിടെ താഴെ മലയാളത്തിലുള്ളത് വായിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മലയാളത്തിൽ അഭിനയിക്കുന്നവരുടെ എക്സ്പ്രഷൻ അല്ലെങ്കിൽ അവരുടെ മുഖത്തേക്ക് എങ്ങനെ നോക്കാൻ പറ്റും? അത് വലിയൊരു മൈനസ് പോയിൻ്റാണ് ഈ സിനിമയിൽ. അപ്പോൾ സിനിമ കാണാൻ കൂലിപ്പണിക്കാർ വരും, റബ്ബർ ടാപ്പിങ്ങിന് പോകുന്ന ആളുകൾ വരും, പെയിൻറ്റിങ് തൊഴിലാളികൾ വരും. അങ്ങനെ അഭ്യസ്ത വിദ്യരല്ലാത്തവർ ഒരുപാട് പേര് മലയാള സിനിമ കാണാൻ വരില്ലേ?
അപ്പോൾ അവർ വരുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിലാണ് ആ സിനിമ, ഒരു ഇംഗ്ലീഷ് സിനിമയാണ് നമ്മൾ കാണുന്നതെങ്കിൽ അതിലാകെ നമുക്ക് കാണേണ്ട ഒരു വിഷയം ആക്ഷൻ മാത്രമാണ്. മറ്റുള്ള എക്സ്പ്രഷൻ ഒന്നും അവരുടെ മുഖത്ത് അങ്ങനെ വരാറില്ലല്ലോ. അപ്പോൾ ആക്ഷൻ കണ്ട് ഇറങ്ങുമ്പോൾ തന്നെ ആ സിനിമയും മനസ്സിലാവും, അത് നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും. പക്ഷേ മലയാള സിനിമയിലോ തമിഴ് സിനിമയിലോ അങ്ങനെയാണോ? അതിൽ എന്തൊക്കെ തലങ്ങളുണ്ട്? കോമഡി ഉണ്ട്, അതുപോലെ സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, പ്രണയമുണ്ട്, ദേഷ്യം, അങ്ങനെയുള്ള നവരസങ്ങളും ഓരോ ആക്ടേഴ്സിൻ്റെയും മുഖത്ത് നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴല്ലേ ആ സിനിമ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവരിവിടെ ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ നമ്മൾ താഴെ മലയാളത്തിൽ വായിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവരുടെ മുഖത്തേക്ക് അല്ലെങ്കിൽ ആ സിനിമയിലേക്ക് എങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റും? അത് വലിയൊരു മൈനസ് പോയിൻ്റാണ് ഈ സിനിമയിലുള്ളത്. അതുകൊണ്ട് തന്നെ കുറേ പേർക്കൊന്നും ഈ സിനിമ മനസ്സിലാവില്ല എന്നുള്ളൊരു എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായമാണ്. കുറേ പേർക്ക് പിന്നെ ഞാൻ സിനിമ കാണാൻ പോയപ്പോൾ തന്നെ പലരും പറഞ്ഞു ഒന്നും മനസ്സിലായില്ല പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാരണം ഇതാണ്. ഒന്നാമത്തെ കാരണം ഈ സിനിമ തന്നെ ഒരു സസ്പെൻസ് ത്രില്ലർ മൂവിയാണ്. അപ്പോൾ ഇതിൽ ആദ്യം മുതൽ അവസാനം വരെയും സസ്പെൻസ് ഉണ്ട്, കുറേ ട്വിസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വരണമെങ്കിൽ ഈ ഇംഗ്ലീഷും ഒരു തടസ്സമായിട്ട് മാറുകയാണ്. ഈ ട്വിസ്റ്റുകൾ മനസ്സിലാക്കണമെങ്കിൽ തന്നെ അത് നമ്മൾ ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാവുള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്കിതിൽ ചില ഭാഗങ്ങൾ എനിക്ക് തന്നെ അത്രയും ശ്രദ്ധിച്ചിരുന്നിട്ട് തന്നെ എനിക്ക് തന്നെ ചില ഭാഗങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയില്ല. പക്ഷേ സിനിമയുടെ ആശയം കാര്യങ്ങളെല്ലാം മനസ്സിലായി, ട്വിസ്റ്റുകളും മനസ്സിലായി, പക്ഷേ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇംഗ്ലീഷിൽ കൂടി ആണെങ്കിൽ പിന്നെ അത് പറയണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും സിനിമ എടുക്കുമ്പോൾ മലയാളികൾ ആയിട്ട് അഭിനയിക്കുന്നവരെങ്കിലും മുഴുവനായിട്ടും മലയാളത്തിൽ പറയാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ കുറേ പേർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം എടുത്തു പറയുന്നത്. ഇനി ഈ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതിലേക്ക് വരാം. നിങ്ങൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ആശയം മരുന്ന് മാഫിയയെക്കുറിച്ചാണ്. അത് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പറഞ്ഞു. പക്ഷേ കംപ്ലീറ്റ് ചെക്ക് വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ആ മരുന്ന് മാഫിയ എന്നുള്ള ഒരു വിഷയം മാറിപ്പോകുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ അതിലെ വരുന്ന വില്ലൻ കഥാപാത്രത്തിന് തന്നെ ഒരു പ്രണയം ആ തലത്തിലേക്ക് അങ്ങനെയും നീങ്ങിപ്പോകുന്നു. പക്ഷേ എന്നാലും അതിൽ ട്വിസ്റ്റ് സസ്പെൻസൊക്കെ ഉണ്ട്. പക്ഷേ വെച്ചിരിക്കുന്ന പ്രധാന ആശയത്തിൽ നിന്ന് പതുക്കെ സിനിമ തെന്നി നീങ്ങുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു മരുന്ന് മാഫിയയുടെ ആ പൂർണ്ണ ഒരു ഭയാനക അവസ്ഥ, അതായത് ഈ സിനിമയുടെ ആദ്യം തന്നെ ഇതൊക്കെ സങ്കല്പമാണെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ, അത് ഞാൻ പറയാം. പക്ഷേ എന്നിരുന്നാലും ഇന്നത്തെ കാലത്ത് നടക്കുന്ന ചില മരുന്ന് മാഫിയകളുടെ വിഷയങ്ങൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് ഈ സിനിമ കാണുമ്പോൾ എല്ലാവരും ചിന്തിക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഭയാനക അവസ്ഥയിലേക്ക് കൂടുതൽ നീങ്ങണമായിരുന്നു. എന്നിട്ട് നീതി അതിൽ ലഭിക്കുന്ന പോലെ എടുക്കണമായിരുന്നു. പക്ഷേ എന്നാലും കുഴപ്പമില്ല, അവസാനം നീതിക്ക് വേണ്ടി പോരാടുന്നവർ അത് വിജയിക്കുക തന്നെ ചെയ്യുമെന്ന് ഈ സിനിമയുടെ അവസാനം കാണിച്ചത് എനിക്കിഷ്ടമായി. ആ ഒരു വിഷയം എനിക്കിഷ്ടമായി. കാരണം നീതി എന്തായാലും ജയിക്കണം, അതാണ്. പക്ഷേ നീതി ജയിക്കുമ്പോൾ നേരിട്ട് തന്നെ അയാൾ ഇറങ്ങുമ്പോൾ അതൊരു തെറ്റായിട്ടും മാറുന്നുണ്ട്. കാരണം നീതി ലഭിക്കേണ്ട നീതിപീഠത്തിൽ നിന്ന് തന്നെ നീതി ലഭിക്കണം. പക്ഷെ അതിവിടെ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ നീതി ലഭിക്കേണ്ടവർ അവർ തന്നെ ഇറങ്ങി അവർ വിധികർത്താക്കളായി മാറുന്നു. എന്നിരുന്നാലും നീതി ലഭിച്ചു എന്നൊരു ആശ്വാസം എനിക്ക് കിട്ടി. പക്ഷേ ഈ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇതിൽ നിങ്ങൾ കുറച്ച് പോയൊരു കാര്യം എന്ന് പറയുന്നത് ആക്ഷൻ രംഗങ്ങളാണ്. ഇതിൽ തോക്കൊക്കെ ചൂണ്ടുന്നുണ്ട്, തോക്കിൽ വെടി ഉതിർക്കുന്നുണ്ട്. പക്ഷേ ആക്ഷൻ രംഗങ്ങൾ അത്ര പോരായിരുന്നു. കാരണം ആക്ഷൻ രംഗങ്ങൾ വേണമെങ്കിൽ ഒരു നല്ലൊരു സ്ട്രോങ് ആയൊരു ഹീറോ വേണമല്ലോ. അങ്ങനെ ഒരു ഹീറോ ഈ സിനിമയിലില്ല. ഇതിലുള്ളത് ആൻറ്റി ഹീറോകൾ മാത്രമാണ്. ഒരു നല്ല ഹീറോ ഈ സിനിമയിലില്ല. അതുകൊണ്ട് തന്നെ ആക്ഷൻ രംഗങ്ങൾ കുറവാണ്. അങ്ങനെ ആക്ഷൻ രംഗങ്ങൾ കൂടി ഇതിലുണ്ടായിരുന്നെങ്കിൽ ഈ സസ്പെൻസ്, ട്വിസ്റ്റ് ഇതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമായിരുന്നു. കാരണം സിനിമ കാണുമ്പോൾ ഒരു ലാഗ് തോന്നില്ല. ഇതിൽ ഒരു ഫസ്റ്റത്തെ ആ ഒരു പാർട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ലാഗാണ് തോന്നുന്നത്. ലാഗ് തോന്നാൻ കാരണം തന്നെ ആ ഒരു കഥയിൽ നിന്നുള്ള ആ ഒരു തെന്നി നീങ്ങൽ, വിഷയത്തിൽ നിന്നുള്ളൊരു മാറ്റം, പിന്നെ അതിലേക്ക് അങ്ങനെ പോകുന്നത്. സത്യം പറഞ്ഞാൽ രേഖ ഹരീന്ദ്രൻ്റെ അഭിനയത്തിൽ നമുക്കതങ്ങനെ കണ്ടുപോകാൻ പറ്റുന്നുണ്ട്. എന്നിരുന്നാലും ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് എനിക്കിഷ്ടമായോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ സിനിമ ആദ്യം മുതൽ അവസാനം വരെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കണ്ടിരുന്നു, അത്ര തന്നെ. എനിക്ക് അത്രയേ പറയാനാകൂ. അതിൻ്റെ അർത്ഥം എനിക്ക് വലുതായിട്ടൊന്നും ഈ സിനിമ ഇഷ്ടമായിട്ടില്ല, എന്നാലും അങ്ങനെ കണ്ടിരുന്നു.
പക്ഷേ എന്നെപ്പോലെ തന്നെ ആയിരിക്കും എല്ലാവരും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ചിലർക്കൊക്കെ ഈ സിനിമ നന്നായിട്ട് ഇഷ്ടപ്പെടുമായിരിക്കും. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കുറേ ജനങ്ങൾക്ക് ഇതിൽ ഇംഗ്ലീഷ് അങ്ങനെ കൂടുതൽ വെച്ചത് കൊണ്ടും പിന്നെ ഒരു കാര്യമായിട്ടൊരു ആക്ഷൻ സിനിമയിലേക്ക് പോകുന്ന സിനിമയിൽ ആക്ഷൻ രംഗങ്ങൾ വല്ലാതെ ഇല്ലാത്തത് കൊണ്ടുമൊക്കെ കുറേ പേർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒരു കാര്യം ആദ്യം തന്നെ പറയാം. ഈ സിനിമയ്ക്ക് ഞാൻ ഇന്നലെ രാത്രി പോയപ്പോൾ ഞാൻ മാത്രമേ തിയേറ്ററിലുള്ളൂ. അപ്പോൾ ആ ടിക്കറ്റ് കൗണ്ടറിലുള്ളവരും അവിടെ ചായ വെച്ചിരിക്കുന്നവരും ഇവരൊക്കെ പറഞ്ഞു ഒരു 10 ആളെങ്കിലും വന്നാലേ സിനിമ ഓടിക്കാൻ പറ്റുള്ളൂ പറഞ്ഞു. ആരും വന്നില്ല. ഒരാൾ വന്നു, അയാൾ ഞാൻ മാത്രമേ ഉള്ളൂ കണ്ടപ്പോൾ അയാളും പോയി. അപ്പോൾ കാണാൻ പറ്റിയില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇപ്പോഴത്തെ ദുരന്തത്തിൻ്റെ ഒരു സാഹചര്യമാണല്ലോ വയനാട്ടിൽ, അതുകൊണ്ടായിരിക്കാം. പിന്നെ ശക്തമായ മഴ അതൊക്കെ ഇന്നലെ ഇന്നൊന്നും മഴയില്ല, എന്നാലും ആളുകൾ അങ്ങനെ വന്നിട്ടില്ല. ഇന്നാകട്ടെ, ഇന്ന് ഞാൻ പോയിരുന്നപ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ്. 6 മണിക്കുള്ള ഷോയ്ക്ക്. അപ്പോൾ ഞാനുണ്ട്, വേറൊരു 2-3 പേരും ഉണ്ട്. ഞാൻ തന്നെ അവരോട് പറഞ്ഞു ഇരിക്കൂ, ആൾ വരുന്നു. ഞാൻ അവരെ ഇരുത്തി. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ഒരു 2-3 പേര് കൂടി വന്നു. അങ്ങനെ ഒരു 6-7 പേരെ ഇവിടെ സിനിമയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അത് സിനിമയെക്കുറിച്ചുള്ള ഒരു ഫ്ലാഷ് ന്യൂസ് കാരണമാണോ എന്താണെന്ന് എനിക്കറിയില്ല, അത്ര പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഒന്നാമത് ഈ സിനിമയെ ശരിക്കും മനസ്സിലാക്കാൻ മറ്റുള്ളവർക്ക് എല്ലാവർക്കും കഴിയണം. എന്നാൽ തീർച്ചയായിട്ടും കാണും. അതേപോലെ എൻജോയ് ചെയ്യാനും കഴിയണം. പക്ഷേ ഇതിൽ കുറേ ലാഗ് ഉണ്ട്, ആക്ഷൻ രംഗങ്ങളില്ല, അതിൻ്റെയൊക്കെ കുറവുകളുണ്ട്. അപ്പം ഞാനിങ്ങനെ കണ്ടിരുന്നു, അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് ഈ സിനിമയിൽ ഇഷ്ടപ്പെട്ട 2 വിഷയങ്ങൾ ഞാൻ ഊന്നലോടെ പറയാം. ഒന്ന്, രേഖാ ഹരീന്ദ്രൻ്റെ ആ അഭിനയം, അത് ആ സിനിമയെ അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. മറ്റൊന്ന്, ഈ സിനിമയുടെ അവസാനം നീതി തന്നെ വിജയിച്ചു എന്നുള്ളത്. ഈ 2 കാര്യങ്ങൾ എനിക്കിഷ്ടമായി. മറ്റു കാര്യങ്ങളൊക്കെ എനിക്ക് അങ്ങനെ പറയാനാവില്ല. അത്രയേ ഉള്ളൂ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.